നമസ്കാരം. കോവിൽക്കടവ് മിൽമ ക്ഷീരോത്പാദക സംഘ ഭരണസമിതിക്കെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM പ്രക്ഷോഭത്തിലേക്ക്. സംഭവം സംബന്ധിച്ച് താൻ അടക്കമുള്ള പാർട്ടി പ്രതിനിധികൾ സംഘം സെക്രട്ടറിയുമായി സംസാരിച്ചെന്നും ഈ അവസരത്തിൽ വിവരങ്ങൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പ്രതികരിച്ചതെന്നും CPM മറയൂർ ഏരിയ സെക്രട്ടറി V. സിജിമോൻ പറഞ്ഞു. വിഷയത്തിൽ പാർട്ടി ക്ഷീരകർഷകർക്കൊപ്പമാണ്. പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഭരണസമിതി 16 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഭരണസമിതിയെ വെള്ളപൂശാൻ അധികൃതർ കൂട്ടുനിൽക്കുന്നതായി സംശയം ഉയർന്നിട്ടുണ്ട്. നടപടി വൈകിയാൽ പാർട്ടി ക്ഷീരകർഷകരെ അണിനിരത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. അദ്ദേഹം വിശദമാക്കി. മറയൂരിലെ കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന മിൽമ ആപ്കോസ് സംഘവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങളായി മറയൂർ വിഷൻ അടക്കമുള്ള ചാനലുകളിൽ വലിയ നിലയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ക്ഷീരകർഷകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ആപ്കോസിൻ്റെ ആരംഭത്തിൽ ഞങ്ങളെല്ലാം അതിൻ്റെ ആരംഭം കുറിക്കാൻ ഒരു പങ്കുവഹിച്ച ആളുകളും കൂടിയാണ്. ആപ്കോസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ ക്ഷീരകർഷകർ വിരളമായിരുന്നു, നാമമാത്രമായിരുന്നു. മറയൂരിലെ കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇവിടുത്തെ കൃഷിക്കാരെ നിലനിർത്തി പോകുന്നത്. എന്നാൽ സംഘം ആരംഭിക്കുമ്പോൾ മറയൂരിലും കോവിൽക്കടവിലും കാന്തല്ലൂരിലുമായി പ്രവർത്തിക്കാതിരുന്ന സംഘങ്ങളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം 2011 ആണെന്നാണ് കരുതുന്നത്. 11-12 കാലഘട്ടത്തിലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ LDF ഗവൺമെൻറ് ക്ഷീരമേഖലയ്ക്ക് ഉദാരമായിട്ടുള്ള ഇടപെടലാണ് ക്ഷീരമേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തിയത്. അതിൻ്റെ എല്ലാം ഭാഗമായി ഇവിടെ ക്ഷീരകർഷകർ ധാരാളം വരികയും അവരെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആപ്കോസ് വളരുകയും ആപ്കോസിൽ ഇവിടെ നിലവിൽ ഇപ്പോൾ ഏതാണ്ട് 7000 ലിറ്റർ പാല് ഒരു പ്രാവശ്യം ടാങ്കർ വന്നാൽ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആപ്കോസ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന നിലയിലാണ് വാർത്തകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരം ഒരു ആക്ഷേപം ആദ്യമായാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ആക്ഷേപത്തിന് അടിസ്ഥാനപരമായി 16 ലക്ഷം രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ജോബിറ്റ് എന്ന് പറയുന്ന കർഷകൻ പരാതി നൽകുകയും ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി DO ഉത്തരവിട്ട് ഇവിടെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ വന്ന് പരിശോധന നടത്തിയ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് മെമ്പർമാർ അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ സൊസൈറ്റിയിൽ പോയപ്പോൾ സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത്. സെക്രട്ടറിക്ക് ഞങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് കഴിയില്ല എന്ന കാര്യം പറഞ്ഞു. നിയമപരമായി അവർക്ക് ഞങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് തടസ്സമുണ്ട്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇതിൽ വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. സെക്രട്ടറിയെ സംബന്ധിച്ച് തന്നെ പല ആക്ഷേപങ്ങളും മറ്റേ ഭരണസമിതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വന്ന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞത് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്നതായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ മറ്റാളുകളുമായി ക്ഷീരകർഷകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് 16 ലക്ഷം രൂപയുടെ അഴിമതി ഉണ്ട് എന്നത് വസ്തുതയാണ്. ആ 16 ലക്ഷം രൂപ ആ അഴിമതിക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തെ സംബന്ധിച്ച് ഉള്ള കൂടുതൽ അന്വേഷണവും നടപടിയും വേണം. ഈ ക്ഷീരകൃഷിക്കാർക്ക് ലഭ്യമാകേണ്ട തുകയാണ് ഈ പൈസ. ആ പണം ഏത് രൂപത്തിലാണ് നഷ്ടപ്പെട്ടു പോയത്, എങ്ങനെയാണ് ഈ പണം അവിടെ നിന്ന് നഷ്ടപ്പെടാനിടയായ സാഹചര്യം, അതിനെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ പരാതിക്കാരനായിട്ടുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ എക്സസ് മിൽക്കിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, കാലിത്തീറ്റയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലൊഴിക്കാത്ത ആളുകൾ ബോർഡ് മെമ്പറായിട്ടുണ്ട് എന്ന പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അകത്ത് നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യണമെന്നാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. കർഷകരുടെയും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളുടെയും യോഗം വിളിച്ച് ഈ കാര്യത്തിനകത്ത് അടിയന്തരമായി തീരുമാനമെടുക്കും. എന്തായാലും ഞങ്ങളിപ്പോൾ ഈ അടിയന്തരമായി ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങളിലും അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെ മീറ്റിങ്ങിലും തീരുമാനമെടുക്കാതെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് എന്ന് സമരം എന്നുള്ളതൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല. എന്തായാലും
അവിടെ നടന്നിട്ടുള്ള ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തതയോടുകൂടിയുള്ള അന്വേഷണവും കൃത്യതയോടുകൂടിയുള്ള നടപടിയും ആവശ്യമാണ്. അവിടെ നമ്മുടെ ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥ 10 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ സംബന്ധിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു വ്യക്തത വരുത്താനും നടപടി സ്വീകരിക്കാനും കർഷകർക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പത്രസമ്മേളനത്തിൽ CPM കോവിൽക്കടവ് ലോക്കൽ സെക്രട്ടറി B. ആനന്ദും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.